റീറ്റെല്ലിങ്ങിൽ ലാസ്റ്റ് മൊഡ്യൂൾ 4 തിയറി പോർഷൻ നമുക്ക് നോക്കാം. അപ്പോൾ തിയറി പോർഷനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നറേറ്റീവ് ഇമേജസ് ആൻഡ് ഒബ്ജക്ട്സ് വരുന്നുണ്ട്, പിക്ചർ ബുക്സ്, കാർട്ടൂൺസ് ആൻഡ് കോമിക്സ്, ഗ്രാഫിക് നോവൽസ്, വിഷ്വൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ്, പിന്നെ ഫിലിംസ്, വീഡിയോ ഗെയിംസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. നറേറ്റീവ് ഇമേജസ് ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിങ്ങിനെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ, സ്റ്റോറി അവർ പറയുന്നുണ്ട് വിത്തൗട്ട് എൻറ്റയർലി റിലൈയിങ് ഓൺ വേർഡ്സിൻ്റെ സഹായം ഇല്ലാതെ ഇമേജസിലൂടെയും ഒബ്ജക്ട്സിലൂടെയും കഥ പറഞ്ഞു പോകുന്നതാണ് നറേറ്റീവ് ഇമേജസ് ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതായത് പെയിൻറ്റിങ്സിലൂടെ, ഫോട്ടോഗ്രാഫ്സിലൂടെ, കോസ്റ്റ്യൂംസിലൂടെ ഒക്കെ പറഞ്ഞു പോകുന്നത്. ഒരു സിംഗിൾ ഇമേജിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇമോഷനോ അല്ലെങ്കിൽ ആ എൻറ്റയർ സ്റ്റോറിയോ ഒരു മൊമെൻറ്റോ പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫ്സിലൂടെ തന്നെ നിങ്ങൾ ഈ പോവംസ്, കവിത പോയിട്രി കോമ്പറ്റീഷനൊക്കെ പോകുമ്പോഴേ ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അതിന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കവിത എഴുതിക്കൂടെ, ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ അങ്ങനെ തന്നെയാണ് ഒരു സിംഗിൾ ഇമേജിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നറേറ്റീവ് കോണ്ടെക്സ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതായത് ഒരു കോട്ടാവാം, ഒരു റിംഗ് ആവാം, ഒരു വെപ്പൺ ആവാം. അപ്പോൾ ചില പിന്നെ ഒബ്ജക്ട്സിനെന്ന് വെച്ചാൽ, സിമ്പിൾസിനെന്ന് വെച്ചാൽ ഭയങ്കര മീനിങ് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അത് പറയേണ്ട കാര്യമില്ല, അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും സ്റ്റോറി എന്ന് പറയുന്നത്. സോ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കളർ ആവാം, കോമ്പോസിഷൻ ആവാം, ഫ്രെയിമിംഗ് ആവാം, പെർസ്പെക്റ്റീവ് ആവാം, അല്ലേ? അപ്പം മ്യൂസിയത്തിൽ, സിനിമയിൽ, ലിറ്ററേച്ചറിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇഫ് എ ക്യാരക്ടർ ഇൻ എ മൂവി ഫീൽ സോ സാഡ് അല്ലെങ്കിൽ ദേ ഫീൽ സോ ഡെസ്പെയർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ കരയണമെന്നില്ല, അതിന് പകരം എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെന്താണ്, if they are looking outside the window, you can actually എന്താ പറയുക, പിക്ചറൈസ് ദി അല്ലെങ്കിൽ സിംബലൈസ് their sadness with the help of rain. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ, ഒരു ക്യാരക്ടർ വെളിയിലോട്ട് ഭയങ്കര ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ക്യാരക്ടർ സാഡ് ആണെന്നുള്ളത്. മഴയാണ് അവിടെ ആ സാഡ്നെസ്സിനെ റെപ്രസെൻറ്റ് അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഉരുകി പിന്നെ മെൽറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ, അതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾസിലൂടെ അല്ലെങ്കിൽ വേറെ ഒബ്ജക്റ്റിലൂടെ ഒക്കെ നമ്മൾ കഥ പറഞ്ഞു പോകുന്നു. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിനകത്ത് ഒബ്ജക്ട്സിന് നല്ല ഒരു ഫങ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഒരു വോൺ ഔട്ട് ഷൂ, കീറിയ ഒരു ഷൂ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോവേർട്ടി അല്ലെങ്കിൽ ജേർണിയെ ആയിരിക്കാം, അല്ലേ? അപ്പോൾ ഓഡിയൻസിന് ശരിക്കും പറഞ്ഞാൽ മീനിങ് ആക്റ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം, അല്ലാതെ പാസീവായിട്ട് റിസീവ് ചെയ്യേണ്ട കാര്യമില്ല. കഥ എന്ന് പറയുമ്പോൾ നമ്മൾ അതങ്ങ് ചുമ്മാ കേട്ടോണ്ടിരിക്കുക. ഈ ഒബ്ജക്ട്സിലൂടെ ആകുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് അവർ ഓൺ ഇൻ്റർപ്രിറ്റേറ്റീവ് പവർ, അല്ലേ? അതാണ് പറയുന്നത് നറേറ്റീവ് ഒബ്ജക്ട്സിലൂടെ. ഇനി പിക്ചർ ബുക്സ് ആണ്. പിക്ചർ ബുക്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇമേജസ് വെച്ചിട്ടും ടെക്സ്റ്റും കാണും, കുറച്ച് കുഞ്ഞു ടെക്സ്റ്റ് വേർഡ്സും കാണും, ഒരു സ്റ്റോറി പറയുന്നു. അത് മിക്കവാറും കുട്ടികൾക്കാണുള്ളത്, എയിംഡ് അറ്റ് ചിൽഡ്രൻ ആണ്. ഇല്ലസ്ട്രേഷൻസ് പ്ലസ് സിമ്പിൾ ടെക്സ്റ്റ് ആയിരിക്കും, വലിയ സെന്റൻസുകളൊന്നും കാണത്തില്ല. ഭയങ്കര വേർഡ് മീനിങ്സ് ഉള്ള ഇതൊന്നും കാണത്തില്ല. ഇമേജസും കുഞ്ഞു വേർഡ്സും മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഒരു വിഷ്വൽ എലമെന്റ് അവർക്ക് കിട്ടുന്നുണ്ട്, ഇമാജിനേഷനും കിട്ടുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇമോഷണലായിട്ട് കഥ പറഞ്ഞു പോകുന്നു. കളറിലൂടെയും ക്യാരക്ടർ ഡിസൈനിലൂടെയും ലേ ഔട്ടിലൂടെയും ആയിരിക്കും കഥ പറഞ്ഞു പോകുന്നത്, കേട്ടോ. അപ്പോൾ പേജ് ടേണിംഗ് ആയിരിക്കും നറേറ്റീവ് ടെക്നിക്ക്. അതായത് ഒരു പേജ് കണ്ട് അതിനകത്ത് കഥ മനസ്സിലാക്കി അടുത്ത പേജിലോട്ട് പോകുന്നു. ടെക്സ്റ്റും പ്ലസ് ഇമേജസും മൾട്ടിപ്പിൾ ലേയേഴ്സ് ഓഫ് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അത് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയും ചൈൽഡ്ഹുഡ് ലേണിങ്ങിനും ഒക്കെ നല്ല ഇതാണ്, ഇമാജിനേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നല്ലതാണ്, കേട്ടോ. ഇനി അടുത്ത കാർട്ടൂൺസ് ആൻഡ് കോമിക്സ് ആണ്. കാർട്ടൂൺസ് ആൻഡ് കോമിക്സ് എന്ന് വെച്ചാൽ സീക്വൻഷ്യൽ ആയിട്ടുള്ള ആർട്ട് ഫോംസ് ആണ്. ഇമേജും കാണും, ടെക്സ്റ്റും കാണും, ഓരോ പാനലിനകത്തായിരിക്കും കാണിക്കുന്നത്. സീക്വൻസിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. അതെങ്ങനെയായിരിക്കും, ഡയലോഗ്സ് ഒക്കെ സ്പീച്ച് ബബിൾസിലായിരിക്കും, ക്യാപ്ഷൻസും ഒക്കെ ബബിൾസിനകത്തായിരിക്കും കാണിക്കുന്നത്, അല്ലേ? ആ ടെക്സ്റ്റൊക്കെ ഒരു കുഞ്ഞു ബോക്സിനകത്തൊക്കെ ആയിരിക്കും ഡയലോഗ്സ് കാണിക്കുന്നത്. അതിനകത്ത് ഇമേജിൻ്റെ അടുത്ത് തന്നെ കാണും. അതിനകത്തൊരു ടൈമിങ്ങും സ്പേസിങ്ങും ഒക്കെ കാണും. അപ്പോൾ ഈ കാർട്ടൂൺസ് ഹ്യൂമറസ് ആവാം, സറ്റാരിക്കൽ കാർട്ടൂൺസ് ആവാം, പിന്നെ കോംപ്ലക്സ് ഐഡിയാസിനെ കുഞ്ഞു സിംപ്ലിഫൈ ചെയ്തിട്ടും ഒക്കെ കാണിക്കാൻ സാധിക്കും. വളരെ ഷോർട്ടായിട്ടുള്ള കോമിക്സും ഉണ്ട്, ലോങ് നറേറ്റീവ്സും ഉണ്ട്, അല്ലേ? അപ്പോൾ ബാലരമ പോലെയൊക്കെയുള്ള ആണെന്നുണ്ടെങ്കിൽ, കളിക്കുടുക്ക പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കുഞ്ഞു സ്റ്റോറീസും ഉണ്ട്, വലിയ സ്റ്റോറീസും കാണും. പക്ഷെ ഒരുപാട് വലിയ സ്റ്റോറീസ് കുട്ടികൾക്ക് വേണ്ടി കാണത്തില്ല. ഓക്കെ, പിന്നെ ടിൻറ്റിൻ, എക്സാമ്പിൾ ടിൻറ്റിനൊക്കെ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിളാണ്, ടിൻറ്റിൻ കാർട്ടൂണൊക്കെ. നെക്സ്റ്റ് വരുന്നത് ഗ്രാഫിക് നോവൽസ് ആണ്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫിക് നോവൽസ് എന്ന് വെച്ചാൽ ലോങ് ആയിട്ടുള്ള കോംപ്ലക്സ് നറേറ്റീവ്സ് കോമിക് ഫോർമാറ്റിൽ പറഞ്ഞു പോകുന്നു. അത് യൂഷ്വലി എയിം ചെയ്തിരിക്കുന്നത് ഫോർ അഡൾട്ട്സ് ആണ്. അപ്പോൾ അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ കാണും. സീരിയസ് ആൻഡ് മെച്യൂർ തീംസ് ആയിരിക്കും. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ട് സ്റ്റൈലും നറേറ്റീവ് സ്ട്രക്ചർ ആയിരിക്കും. ഓട്ടോബയോഗ്രഫിക്കൽ ആവാം, ഹിസ്റ്റോറിക്കൽ ആവാം, കുറച്ചുകൂടി സിനിമാറ്റിക് ആൻഡ് ഡീറ്റെയിൽഡ് ആയിരിക്കും കാര്യങ്ങൾ. അപ്പം അത് എക്സാമ്പിൾ എന്ന് പറയുന്നത് MAUS മോസ് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫിക് നോവലുണ്ട്. ട്രോമ, ഐഡന്റിറ്റി, പൊളിറ്റിക്സ്, മെമ്മറി, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൾട്ട്സിന് വേണ്ടിയുള്ളതാണ്. വലിയ സീരിയസ് ആയിട്ടുള്ള തീംസ് ആയിരിക്കും വരുന്നത്, കേട്ടോ. പിന്നെ വിഷ്വൽ മീഡിയ എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫി, ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ ഫിലിമിലൂടെ, ആനിമേഷനിലൂടെ, ഡിജിറ്റൽ ഗ്രാഫിക്സിലൂടെ എങ്ങനെയാണ് നമ്മൾ കഥ പറഞ്ഞു പോകുന്നത്.
അത് എൻ്റർടൈൻമെൻറ്റിനും എഡ്യൂക്കേഷനും അഡ്വർടൈസിങ്ങിനും വേണ്ടിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഒരു മൾട്ടി മോഡൽ സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും. ഡിജിറ്റൽ ഏജിലാണ് ഇപ്പോൾ അത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഫിലിംസും വീഡിയോ ഗെയിംസും ഡിജിറ്റൽ മീഡിയ. ഫിലിംസ് എന്ന് പറയുമ്പോൾ എന്താണ്? മൂവിങ് ഇമേജസിലൂടെയും സൗണ്ടിലൂടെയും എഡിറ്റിങ്ങിലൂടെയും കഥ പറഞ്ഞു പോകുന്നു. ക്യാമറ ആംഗിൾസിലൂടെയും ലൈറ്റിങ്ങിലൂടെയും ഒക്കെയാണ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. അതിനകത്ത് പെർഫോമൻസ്, മ്യൂസിക്, നറേഷൻ അല്ലേ, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. വീഡിയോ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഇൻട്രാക്റ്റീവ് നെറേറ്റീവ്സ് ആണ്. പ്ലെയേഴ്സ് ആയിരിക്കും അതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അല്ലേ. സ്റ്റോറി ടെല്ലിങ്ങും പ്ലസ് ഗെയിം പ്ലേയും ആയിരിക്കും ഉള്ളത്. പിന്നെ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയും വെബ്സൈറ്റും ആപ്സും ഓൺലൈൻ സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ വരും. അതുപോലെ തന്നെ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ. യൂസേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്സ് ഡിജിറ്റൽ മീഡിയയിൽ അവൈലബിൾ ആണ്. മൾട്ടിമീഡിയാസ് ഒരുപാട് യൂസ് ചെയ്യും. അതായത് ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ ഇതൊക്കെ കാണാം. എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉണ്ട്. ഒരു റിയൽ ടൈം കമ്മ്യൂണിക്കേഷനും സ്റ്റോറി ടെല്ലിങ്ങും ഇത് അലോ ചെയ്യും. ഓഡിയൻസിന് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എൻഗേജ് ചെയ്യാനും സാധിക്കും.